തിരിച്ചടിക്കുമോ എന്ന ആശങ്കയിലാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും നേതാക്കളുടെ നെഞ്ചിടിപ്പും കൂടുകയാണ്. ബി.ജെ.പിയെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചു എസ്.പി, ബി.എസ്.പി, ആർ.എൽ.ഡി പ്രതിപക്ഷ സഖ്യം തന്നെയാണ് ബി.ജെ.പിക്ക് പ്രധാന വെല്ലുവിളി. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി പുത്തനുണർവ് നേടിയ കോൺഗ്രസും ഒരു ഭാഗത്ത്. രണ്ടാം ഊഴം ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഉത്തർപ്രദേശ് അഗ്നിപരീക്ഷയാകാൻ കാരണങ്ങൾ ഏറെയാണ്. മോദി തരംഗത്തിന് 4 വർഷം കഴിയുമ്പോൾ പഴയ പ്രതാപം ഇല്ല എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചിരവൈരം പറഞ്ഞ അഖിലേഷ് യാദവും മായാവതിയും കൈകോർത്തു. എസ്.പി, ബി.എസ്.പി, ആർ.എൽ.ഡി പ്രതിപക്ഷ സഖ്യം ഇക്കുറി ബി.ജെ.പിക്ക് ഉയർത്തുന്ന വെല്ലുവിളിയൊന്നും നിസ്സാരമല്ല. ബി.ജെ.പിയെ വീഴ്ത്താൻ സഖ്യത്തിന് പരോക്ഷ സഹായം ലഭ്യമാക്കാൻ കോൺഗ്രസിൽ ധാരണയും ആയിട്ടുണ്ട്. സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിലും ഏതാനും മണ്ഡലങ്ങളിൽ രഹസ്യധാരണയ്ക്ക് കോൺഗ്രസും കൈകൊടുക്കും എന്ന് വ്യക്തം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിക്കുന്ന അമേഠി, റായ്ബറേലി എന്നീ മണ്ഡലങ്ങളിൽ എസ്.പിയും ബി.എസ്.പിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. എസ്.പി നേതാക്കൾ മത്സരിക്കുന്ന ഇടങ്ങളിലും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ തന്നെ ബി.ജെ.പിക്ക് അനുകൂലമാകുന്ന ഘടകങ്ങൾ ഈ സീറ്റ് ധാരണയിലുണ്ടെന്ന് ചില പഠനങ്ങളും പറയുന്നുണ്ട്. പാർട്ടി വിരുദ്ധ വോട്ടുകൾ ക്രമാതീതമായി ഭിന്നിപ്പിക്കുന്നത് ബി.ജെ.പിക്ക് തന്നെയാകും ഒടുവിൽ ഗുണം ചെയ്യുക. ഇതും ഒരു ഭാഗത്ത് കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം മോദി ആർജിച്ചെടുത്ത ജനകീയതയും പാർട്ടിക്ക് ഗുണകരമാകുമെന്നും ചിലർ വിലയിരുത്തുന്നു. അധികാരത്തിലെത്തി 2 വർഷം പൂർത്തിയാക്കിയ യോഗി ആദിത്യനാഥിനും തെരഞ്ഞെടുപ്പ് നിർണായകമാവുകയാണ്. യോഗിയുടെ ഗോരഖ്പൂർ, ഫുൽപൂർ, കൈരാന ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവിക്ക് പിന്നാലെയാണ് മഹാതെരഞ്ഞെടുപ്പിന് ബി.ജെ.പി. ഒരുങ്ങുന്നത്. ഗോരഖ്പൂരിലും ഫുൽപൂരിലും ബി.ജെ.പിയെ നിലംപരിശാക്കിയത് എസ്.പി, ബി.എസ്.പി സഖ്യമാണ്. കൈരാനയിൽ വിജയിച്ച ആർ.ജെ.ഡി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനും സഖ്യം കൈകോർത്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് തിടുക്കം കൂട്ടി പ്രഖ്യാപിച്ച വികസനങ്ങളിലും മോദി സർക്കാരിന്റെ നേട്ടങ്ങളിലും ഊന്നിയാണ് ബി.ജെ.പി. പ്രധാനമായി പ്രചരണം നടത്തുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 23 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനമുണ്ടായി എന്നാണ് ബി.ജെ.പി. അവകാശപ്പെടുന്നത്. വികസനം മാത്രമല്ല, ജാതി സമവാക്യങ്ങളും സാമുദായിക ഘടകങ്ങളും യു.പിയിൽ ചർച്ചയാകും. എന്തായാലും എസ്.പി, ബി.എസ്.പി, ആർ.എൽ.ഡി സഖ്യം മോദിക്ക് യു.പിയിൽ ഭീഷണിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.